ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നപ്പോൾ പിന്നെ അവൾക്ക് പ്രസവിക്കാൻ വേണ്ടി ഇതൊക്കെ വിരിച്ചൊക്കെ വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അത് പറഞ്ഞ് നമ്മളില്ലാത്തപ്പോഴാണെങ്കിൽ സമാധാനത്തിലല്ലേ ഈ കാടൻ പൂച്ചകളൊക്കെ കണ്ട കടിച്ച് വീട്ടിൽ ഉപദ്രവിക്കൂലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് പോവുക ഞാൻ മാസമായി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നലെ രാത്രിക്കാണോ പുലർച്ചക്കാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അവളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കണം. കഴിഞ്ഞ അടയാളമാണ് ഇതൊക്കെ. ഞാൻ പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു അടിയിൽ, എന്നിട്ട് അതിൻ്റെ മേലെ തുണി വിരിച്ചിട്ടാണ് ഞാൻ പോയത്. നോക്കുമ്പോൾ പേപ്പറൊക്കെ കടിച്ച് കീറി ഇതാക്കി. അത്രയും വയ്യാതായിട്ടുണ്ടാവുമായിരിക്കുമല്ലേ, മുണ്ടാൻ വയ്യാത്തവറ്റുള്ളല്ലേ. എന്താ എത്രയോ കുഞ്ഞുങ്ങളാ, 1 2 3 4 കേട്ടോ. അവനെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ അപ്പോൾ വന്നു. ഒരു പാക്കറ്റ് പാല് വാങ്ങി കാച്ചി ഒഴിച്ചു കൊടുത്തു. അതൊക്കെ ദാഹം മുട്ട കുടിച്ചു കേട്ടോ പാവം. എപ്പോഴും അവളെ പ്രസവം കഴിഞ്ഞാൽ ഞാൻ ഒരു പാക്കറ്റ് പാല് വാങ്ങി കാച്ചി കൊടുക്കും. വലുതായതിന് ശേഷം പാല് കൊടുക്കലില്ല, വയ്യ അയാൾ വരണ്ട വെച്ചിട്ട് അവർ കുടിക്കൂല. അങ്ങനെ പ്രസവം കഴിഞ്ഞാൽ അവൾ പാല് കുടിക്കും. അപ്പം അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുടിച്ചു, സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. ഇത് ഈ കച്ചറ വിച്ചറൊക്കെ മാറ്റിയിട്ട് നല്ലൊരു ഷീറ്റൊക്കെ വിരിച്ചു കൊടുക്കട്ടെ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിനൊക്കെ പെറുക്കി അങ്ങനെയൊക്കെ പോകും ചിലപ്പോൾ. ഇവളെ വിശ്വസിക്കാൻ പറ്റില്ല, വേറെ നാടല്ലേ ഇത്. ഇതെന്ത് കടത്തും? ഇതെന്ത് കടത്താ സ്വത്തെ മിന്നുസേ? മിന്നുൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള വേസ്റ്റുകളാണ് കേട്ടോ. അപ്പോൾ ഒരു മനുഷ്യനെ പോലെ തന്നെ അവർക്കും വേദനയും വെപ്രാളൊക്കെ അല്ലേ. എവിടേക്കോ കടന്ന് ആരിൻ്റെയിലൊക്കെ ഏറും കുത്തൊക്കെ കൊണ്ടായിട്ട് ജീവിക്കണില്ലേ പാവം. അള്ളാഹു ഓരോ മനുഷ്യനിക്കും നല്ല മനസ്സിനെ കൊടുക്കട്ടെ. ആയിട്ടുകൾക്കൊക്കെ ഒരു ഉരുള ചോറ് കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിനെ കൊടുക്കട്ടെ. പാവല്ലേ, പ്രസവവേദന സഹിച്ചതിൻ്റെ കടലാസും ചട്ടക്കടലാസൊക്കെ പിച്ച് കീറിയിട്ടിരിക്കണം. അല്ലാഹുവേ.